ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ പാൻ കാർഡിൽ ഓൺലൈനിലൂടെ എങ്ങനെ കറക്ഷൻ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അഥവാ നിങ്ങളെ പാൻ കാർഡിന്റെ അകത്ത് പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാനാണോ, അതോ നിങ്ങളെ ഫാദർ നെയിമിൽ എന്തെങ്കിലും കറക്ഷൻ ചെയ്യാനാണോ, അതോ ഫോട്ടോ ചേഞ്ച് ചെയ്യണോ, അതോ സിഗ്നേച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ 1 ഏപ്രിൽ മുതൽ പാൻ കാർഡ് കറക്ഷൻ ചെയ്യേണ്ട പ്രോസസ് എല്ലാം ചേഞ്ച് ആയിരിക്കുകയാണ്. അതിന്റെ കൂടെ ഡോക്യുമെന്റുകളും ചേഞ്ച് ആയിരിക്കുകയാണ്. സോ ഞാൻ ഈ വീഡിയോയിലകത്ത് പാൻ കാർഡ് കറക്ഷൻ ചെയ്യേണ്ട ലൈവ് പ്രോസസ് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങളെ പാൻ കാർഡിന്റെ കറക്ഷൻ പെട്ടെന്നായി കിട്ടും. അതിന്റെ കൂടെ തന്നെ നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് നിങ്ങളെ വീട്ടിൽ സ്പീഡ് പോസ്റ്റിലൂടെ വരും. അതിന്റെ കൂടെ ഇ പാൻ വന്നിട്ട് നിങ്ങൾക്ക് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇ പാനും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് കറക്ഷൻ എങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക NSDL പാൻ കാർഡ് കറക്ഷൻ. സെർച്ച് ചെയ്തതിനു ശേഷം ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് പാൻ കാർഡിന്റെ അകത്ത് കറക്ഷൻ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണാൻ പറ്റും, ന്യൂ ആപ്ലിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നേരത്തെ കാലം ഫോം നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ലേറ്റസ്റ്റ് പ്രോസസ് ഇവിടെ കാണാം. ഇവിടെ ഈ ഫോമിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ചേഞ്ചസ് ഓർ കറക്ഷൻ ഇൻ എക്സിസ്റ്റിംഗ് പാൻ ഡാറ്റ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ്, അഥവാ നിങ്ങൾ സ്വന്തം പാൻ കാർഡിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻ ടൈപ്പിൽ വരണം. ഇവിടെ നമുക്ക് നെയിം കൊടുക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ അഥവാ നിങ്ങളെ പാൻ കാർഡിൽ പുതിയ പേര് ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഇവിടെ നിങ്ങളെ ഫസ്റ്റ് നെയിം കൊടുക്കണം, അതിനുശേഷം മിഡിൽ നെയിം കൊടുക്കണം. അതേപോലെ ഒരു ചിലവരെ പേരിൽ മിഡിൽ നെയിം കാണൂലായിരിക്കാം. അപ്പോൾ അവരെ വന്നിട്ട് ബ്ലാങ്ക് ആയിട്ട് വിടാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നിങ്ങളെ പേര് വന്നിട്ട് രാജേഷ് മണികുമാർ ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നെയിമിൽ രാജേഷ് വരും, മിഡിൽ നെയിമിൽ മണി വരും, അതിനുശേഷം ലാസ്റ്റ് നെയിം വന്നിട്ട് കുമാർ എന്ന് വരും. അതേപോലെ ഒരു ചിലവരെ കേസിൽ സിംഗിൾ പേരായിരിക്കും, എന്ന് വെച്ചാൽ അബ്ദുൽ അതോ മുഹമ്മദ്. അപ്പോൾ അവർ വന്നിട്ട് ഇവിടെ ലാസ്റ്റ് നെയിമിൽ മാത്രം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ബാക്കി 2 കോളം ബ്ലാങ്ക് ആയിട്ട് വിടണം. അഥവാ അബ്ദുൽ മാത്രമാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് നെയിം അതോ സർനെയിം കോളത്തിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇവിടെ നമുക്ക് യെസ് എന്ന് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബൈ സബ്മിറ്റിംഗ് ഡാറ്റയിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഐ ആം നോട്ട് റോബോട്ടിന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ലോഡായി വരുമ്പോൾ ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ ഇവിടെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും, എന്ന് വെച്ചാൽ ടോക്കൺ നമ്പർ. ഈ ഒരു നമ്പറിനെ നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ടൈം നമുക്ക് യൂസ് ആകും. അതിനുശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 മെത്തേഡിൽ കാണിക്കുന്നുണ്ടാകും. ഇനി ഇവിടെ നിങ്ങൾ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഈ 3 ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്താ വെച്ചാൽ ഒരു ചില ഓപ്ഷൻ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കറക്ഷനായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കാൻ സാധ്യത ഉണ്ടാകും. അതിന്റെ കൂടെ ഒരു ചില ഡോക്യുമെന്റുകൾ നമുക്ക് കൊടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ ഫോട്ടോയും ആഡ് ആയി വരും, അപ്പോൾ നമ്മളെ സിഗ്നേച്ചറും ആഡ് ആയി വരും അതിലൂടെ. അതിനുവേണ്ടി ഇവിടെ സബ്മിറ്റ് സ്കാൻഡ് ഇമേജ് ത്രൂ ഇ സൈൻ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് താഴോട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് വരണം. അതിനുശേഷം ഇവിടെ നിങ്ങളെ ആധാർ കാർഡിൽ ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ പേര് വന്നിട്ട് ഇവിടെ നിങ്ങളെ ആധാർ കാർഡിൽ എങ്ങനത്തെ പേരുണ്ടോ അത് സെയിം ടു സെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഞാൻ ഒരു കാര്യം പറയാം, അഥവാ നിങ്ങളെ പേരിൽ കറക്ഷൻ ചെയ്യാനോ അതോ നിങ്ങളെ ഫാദർ നെയിമിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മുകളിൽ ഒരു ടിക്ക് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് പോയാൽ നിങ്ങളെ പാൻ കാർഡ് കറക്ഷൻ ആകില്ല, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ഒന്നും ആവില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നോ ആ കാര്യങ്ങൾ മാത്രം തന്നെ അപ്ഡേറ്റ് ആയി കിട്ടും നിങ്ങളെ പാൻ കാർഡിൽ. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്തിട്ട് ചെയ്യണം. GST നമ്പർ നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് ബ്ലാങ്ക് ആയിട്ട് വിടാം. ഇനി ഫുൾ നെയിം ആപ്ലിക്കന്റ് സെക്ഷനിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ പേര് ഓൾറെഡി വന്നിട്ടുണ്ട്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഷോ ആകുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണം. അതേപോലെ മെയിൽ ഫീമെയിൽ ജെൻഡർ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് ഡീറ്റെയിൽ ഓഫ് പാരന്റ്സ്. അഥവാ പാരന്റ്സിന്റെ നെയിമിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ഫാദർ നെയിം കൊടുക്കാം, ഇവിടെ ഫസ്റ്റ് നെയിം കൊടുക്കാം, അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, അതിനുശേഷം ലാസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, അതിനുശേഷം മദർ നെയിം കൊടുക്കുക. അത് ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇവിടെ ഇത്രയും ഫോം ഫിൽ ചെയ്തതിനു ശേഷം ഇവിടെ നമുക്ക് ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ സെക്ഷനിൽ വരണം. ഇവിടെ നമ്മളെ വീട്ടിന്റെ അഡ്രസ് ആണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇവിടെ റെസിഡൻസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ നമ്മൾ ഹൗസ് നമ്പർ അത് ബിൽഡിംഗ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതാണ് പോസ്റ്റ് ഓഫീസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ നെയിം സിറ്റി നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഏരിയ പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷം കൺട്രി കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അഥവാ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനുശേഷം നിങ്ങളെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഇനിയൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ടിൻ ആൻഡ് പാസ്പോർട്ട് ഡീറ്റെയിൽസ്. ഇനി ഈ സെക്ഷൻ വന്നിട്ട് എല്ലാവർക്കും ആവശ്യമൊന്നുമില്ല. ഇത് വന്നിട്ട് ബേസിക്കലി ആരെങ്കിലും NRI ആണെങ്കിൽ അവർക്ക് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം, എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ NRI ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലാങ്ക് ചെയ്ത് വിട്ടിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മളെ ഡോക്യുമെന്റ് സെലക്ഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ പാൻ കാർഡ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡോക്യുമെന്റുകളും ചേഞ്ച് ആയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും, വോട്ടർ ID കാർഡ് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് പ്രൂഫ് ഓഫ് അഡ്രസ്. ഇവിടെ നമുക്ക് കൊടുക്കണം നമ്മളെ ആധാർ കാർഡ് കൊടുക്കാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബിൽ കൊടുക്കാൻ പറ്റും, വാട്ടർ ബിൽ കൊടുക്കാൻ പറ്റും, വോട്ടർ ID കാർഡ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം ടു സെയിം ആധാർ കാർഡും കൊടുക്കാൻ പറ്റും. ഏത് ഡോക്യുമെന്റിൽ നിങ്ങളുടെ അഡ്രസ് കറക്റ്റ് ആണോ ആ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നമുക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് കൊടുക്കണം. ഇവിടെ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫിൽ ഒരുപാട് ഡോക്യുമെന്റ്സ് ചേഞ്ച് ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 1 ഏപ്രിൽ മുതൽ നിങ്ങൾക്ക് പുതിയ പാൻ കാർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 ഡോക്യുമെന്റ് തന്നെ ആവശ്യങ്ങൾ വരും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ പാൻ കാർഡ് കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫും കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നിങ്ങൾ പേരിൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ ഡോക്യുമെന്റ് ഇവിടെ ഷോ ആകും. സോ ഇവിടെ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റും, വോട്ടർ ID കാർഡ് കൊടുക്കാൻ പറ്റും, പാസ്പോർട്ട് കൊടുക്കാൻ പറ്റും. സോ നമ്മളിവിടെ 10th മാർക്ക് ഷീറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യണം പ്രൂഫ് ഓഫ് പാൻ. ഇവിടെ അഥവാ നിങ്ങളതിൽ നേരത്തെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി സെക്കൻഡ് ഓപ്ഷൻ കാണാൻ പറ്റും അലോട്ട്മെന്റ് ലെറ്റർ. ഇത് വന്നിട്ട് നിങ്ങൾ നേരത്തെ പാൻ കാർഡ് പുതിയതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇമെയിലൂടെ ഒരു അലോട്ട്മെന്റ് ലെറ്റർ കിട്ടുന്നുണ്ടാകും. അതിന്റെ ഫോം കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേപോലെ ചില പേരിൽ പാൻ കാർഡ് ഒരു ഡോക്യുമെന്റ് പ്രൂഫ് ഒന്നും കാണൂലായിരിക്കും. അങ്ങനത്തെ സമയത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗവൺമെന്റ് വന്നിട്ട് ഇന്റർണലി സ്വന്തമായിട്ട് തന്നെ വെരിഫൈ ചെയ്തുകൊള്ളും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഡിക്ലറേഷൻ. ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മളെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങളെ വയസ്സ് കൊണ്ട് 18 വയസ്സിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് ഇവിടെ സെൽഫ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ട് എത്ര ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നു അത് ഇവിടെ കൗണ്ട് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 2 പ്രൂഫിനും ഒരേ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വന്നിട്ട് ഒരു ഡോക്യുമെന്റ് ആകും. അതിനുശേഷം ഇവിടെ നമ്മളെ മാർക്ക് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് സെക്കൻഡ് ഡോക്യുമെന്റ് ആകും. അതിനുശേഷം പാൻ പ്രൂഫിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരു ഡോക്യുമെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ. അതുകൊണ്ട് എന്റെ കേസിൽ ഇവിടെ 2 ഡോക്യുമെന്റ് മാത്രം തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതേപോലെ നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡന്റിറ്റിയിൽ വേറെ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുകയാണോ അതോ പ്രൂഫ് ഓഫ് അഡ്രസ്സിൽ വേറെ ഡോക്യുമെന്റ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ റിലേറ്റഡ് ആയിട്ട് ഇവിടെ നമ്പർ കൗണ്ട് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് ഈ ഫോം ഫില്ല് ചെയ്യണോ ആ സ്ഥലത്തിന്റെ പേരുടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ 50 KB അകത്തുണ്ടാകണം. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ സെയിം ടു സെയിം ഇവിടെ 50 KB ഉള്ളിൽ ഉണ്ടാക്കണം ഫയൽ സൈസ് വന്നിട്ട്. അതേപോലെ നിങ്ങൾ മൊബൈൽ ഫോണിലൂടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളെ മൊബൈൽ ഫോണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ സിഗ്നേച്ചറിനെ കറക്റ്റ് ഷേപ്പിൽ നിങ്ങളെ സിഗ്നേച്ചർ മാത്രം നിൽക്കുന്ന രീതിയിൽ ക്രോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ബോക്സിൽ അതിനെ സേവ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ എത്ര ഏരിയ ക്രോപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നോ ആ ഏരിയ മാത്രം നിങ്ങൾ പാൻ കാർഡിൽ കറക്റ്റ് ആയിട്ട് കാണും. അതേപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാകണം. ഇനി ഇതിനുശേഷം വരുന്നതാണ് നമ്മളെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട ടൈമാണ്. ഇവിടെ നിങ്ങൾ ഏതൊക്കെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഏതൊക്കെ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ ഡോക്യുമെന്റിന്റെ പ്രൂഫ് ഇവിടെ ഒറിജിനൽ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ ആഡ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ് സൈസ് വന്നിട്ട് 300 KB ഉള്ളിൽ ഉണ്ടാകണം. അതേപോലെ PDF ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഡോക്യുമെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ടും ബാക്കിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഡോക്യുമെന്റ് ഫ്രണ്ടും ബാക്കും ക്ലിക്ക് ചെയ്തിട്ട് അതിനെ മെർജ് ചെയ്ത് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിനെ സിംഗിൾ ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതേപോലെ ഒറിജിനൽ ഡോക്യുമെന്റ് ആണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്, മീൻസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ എത്രമാത്രം കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ആ രീതിയിൽ നിങ്ങളെ പാൻ കാർഡ് കറക്ഷൻ ആയി കിട്ടും. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഡോക്യുമെന്റ് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓപ്പൺ എന്ന് കൊടുത്തു.
അതിനുശേഷം നമ്മൾ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ആ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. സോ ഇതേപോലെ നമ്മൾ ആധാർ കാർഡും മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്സ്റ്റ് പേജ് വരുന്നതാണ്. നമ്മൾ ഇതുവരെയായിട്ട് ഫോം ഫിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ടാകും. അതേപോലെ ഫസ്റ്റ് നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആധാർ കാർഡിലുള്ള ഫസ്റ്റ് 8 ഡിജിറ്റ് നമ്പർ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരണം. ഇവിടെ നമുക്ക് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ, എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങൾ കറക്ഷൻ ചെയ്യാൻ പോകുന്നു എല്ലാ കാര്യവും ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതേപോലെ നമുക്ക് ഇവിടെ ഫസ്റ്റ് ശ്രദ്ധിക്കണം ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കറക്ഷൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കൂടെ ശ്രദ്ധിക്കണം. ആ ബ്ലൂ ടിക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നിങ്ങളെ കേസിൽ ഇവിടെ എന്തെങ്കിലും മിസ്സിങ്ങോ അതോ മിസ്റ്റേക്ക് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. എന്റെ കേസിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടെ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഫീസിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ ഇവിടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നമുക്ക് ഓൺലൈനിലൂടെ പേ ചെയ്യണം 107 റുപ്പീസ്. അഥവാ നിങ്ങൾ പുതിയതായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലോ അതോ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസ് പറ്റും. ഇവിടെ നിങ്ങൾ ഓൺലൈനിലൂടെ പേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കാണാൻ പറ്റും. പേടിഎം, ബിൽഡെക്സ്. അതേപോലെ നമ്മൾ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ ഐ അഗ്രി ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് പേയ്മെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ പേ കൺഫേം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ഫ്രണ്ടിൽ പേയ്മെന്റ് ചെയ്യേണ്ട മെത്തേഡുകളുടെ കാണിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പേ ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യാൻ പറ്റും. QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ്ങിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരിക്കലും ബാക്ക് ചെയ്യല് അതോ പേജിനെ കട്ട് ചെയ്യല്. അതേപോലെ നിങ്ങൾ കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യല്. സോ നമ്മളിവിടെ UPIയിലൂടെ സ്കാൻ ചെയ്ത് ഈസി ആയിട്ട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതേപോലെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഇവിടെ സക്സസ് എന്നൊരു പേജ് ഓപ്പൺ ആയി വന്നു. ഇനി നമുക്കിവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം യൂസ് മൈ ആധാർ ഡീറ്റെയിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓതന്റിക്കേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. OTP ജനറേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആധാർ കാർഡിലെ ഏത് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ അതിലൂടെ നിങ്ങൾക്ക് ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന സൈൻ ചെയ്യേണ്ടത്. ഈ കാര്യം ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ നിങ്ങൾ സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് ഫിസിക്കൽ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതേപോലെ സെൻഡ് ചെയ്യേണ്ട ആവശ്യവും ഉണ്ടാകില്ല. അതിന്റെ കൂടെ നിങ്ങളെ പാൻ കാർഡ് പെട്ടെന്ന് ക്രിയേറ്റ് ആയി കിട്ടും. ഇനി നമ്മളിവിടെ കണ്ടിന്യൂ വിത്ത് സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഐ ഹിയർ ബൈ ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ ആധാർ കാർഡിൽ ഏതാണ് മൊബൈൽ നമ്പർ ലിങ്ക് ആണോ ആ മൊബൈൽ നമ്പർ OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ OTPയിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ നമ്മളെ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ ഫ്രണ്ടിൽ ഒരു PDF ഫയലിന്റെ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ഇത് വന്നിട്ട് നിങ്ങളെ ആപ്ലിക്കേഷൻ റെസിപ്റ്റ് ആണ്. ഇതിനെ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളതിൽ സേവ് ആക്കി വെക്കുക. അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാസ്വേഡ് ചോദിക്കും. ഇവിടെ പാസ്വേഡ് വന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പേസോ സിമ്പിളോ ഒന്നും ഇല്ലാതെ കൊടുക്കണം. ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഓക്കെ എന്ന് കളിക്കുമ്പോൾ നമ്മളെ PDF ഫയൽ ഓപ്പൺ ആയി വരും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരിടത്തും സെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ നിങ്ങൾ ഡിജിറ്റലിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളെ സിഗ്നേച്ചർ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡോക്യുമെന്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെ നിങ്ങൾ അടുത്തേക്ക് സേവ് ആക്കി വെക്കുക. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ അക്നോളജ്മെന്റ് നമ്പർ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വന്നിട്ട് നമ്മളെ സൈഡിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗവൺമെന്റ് റിവ്യൂ ചെയ്യും. ഇതിനെ റിവ്യൂ ചെയ്തതിനു ശേഷം അതേപോലെ ബേസിക്കലി നിങ്ങളെ പാൻ കാർഡ് ജനറേറ്റ് ആയി വരാൻ വേണ്ടിയിട്ട് 5 to 6 ദിവസം ടൈം എടുക്കും. അതും വർക്കിംഗ് ഡേയ്സിൽ. അതേപോലെ എന്തെങ്കിലും ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അവിടെ അതിന്റെ രീതിയിലോ ഡിലേ ആകാൻ ചാൻസസ് ഉണ്ട്. അതിന്റെ കൂടെ ഇമെയിലിൽ അതിന്റെ ഡിജിറ്റൽ കോപ്പി ഇവിടെ വന്നിട്ടുണ്ടാകും. അതിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പാൻ കാർഡ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ഇത് പോയിട്ട് ഇൻ കേസ് അഥവാ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ, പാൻ കാർഡിന്റെ ക്രിയേറ്റ് ആയോ അതോ ഇല്ലയോ എന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ഈ പോർട്ടലിൽ വന്നതിന് ശേഷം നമ്മളെ പാൻ കാർഡിന്റെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് ഇവിടെ കാണാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, നോൺ സ്റ്റേറ്റസ് ഓഫ് പാൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇവിടെ നമുക്ക് ന്യൂ പാൻ ചേഞ്ച് റിക്വസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഞാൻ നേരത്തെ ആപ്ലിക്കേഷനിൽ ഒരു അക്നോളജ്മെന്റ് നമ്പർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോമിന്റെ ലൈവ് സ്റ്റേറ്റസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് പ്രോസസ് എന്നുള്ള കാര്യം ഇവിടെ കാണാൻ പറ്റും. എങ്ങനെ വെച്ചാൽ എന്റെ കേസിൽ ഇപ്പോഴാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത്. എപ്പോഴാണ് നിങ്ങളെ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുന്നോ അതിന്റെ അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങളെ പാൻ കാർഡിന്റെ PDF കോപ്പി നിങ്ങളെ ഇമെയിലൂടെ സെൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് നിങ്ങളെ പോസ്റ്റിലൂടെ സെൻഡ് ചെയ്യും. അവർ നിങ്ങളെ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. അത് നിങ്ങളെ അഡ്രസ്സിലൂടെ നിങ്ങളെ വീട്ടിൽ വന്ന് ചേരും, സ്പീഡ് പോസ്റ്റിലൂടെ. അതേപോലെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മളെ പോസ്റ്റ് ഓഫീസിന്റെ ട്രാക്കിംഗ് നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും.
അതിനുശേഷം നിങ്ങളെ PDF-ന്റെ കോപ്പി വന്നിട്ട് നിങ്ങളെ ഇമെയിലോട് സെൻഡ് ചെയ്യും. അതിനുശേഷം നിങ്ങളെ ഫിസിക്കൽ പാൻ കാർഡ് വന്നിട്ട് നിങ്ങളെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലൂടെ സെൻഡ് ചെയ്യും. അത് സ്പീഡ് പോസ്റ്റിലൂടെ. ഇതേപോലെ പോസ്റ്റ് ഓഫീസിലൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാക്കിംഗ് നമ്പർ നിങ്ങൾക്ക് സ്റ്റേറ്റസിൽ കാണാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ SMS-ലൂടെ സെൻഡ് ചെയ്യും. അതിനെ വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും നിങ്ങളെ പോസ്റ്റ് ഓഫീസ് വന്നിട്ട് എവിടെയാണ് നിങ്ങളെ പാൻ കാർഡ് എത്തിയെന്ന് പറഞ്ഞിട്ട്. സോ ഇതേപോലെ നിങ്ങളെ പാൻ കാർഡിനെ വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. Bye bye.